അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നമ്മിലേക്ക് എത്തിച്ചേരുന്ന പെരുന്നാൾ സുദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാവർക്കും ഈദുൽ ഫിത്ർ ആശംസകൾ. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി എന്നാണ് ഈ പെരുന്നാളിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാണ് പെരുന്നാൾ. അതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഭക്ഷണങ്ങൾക്ക് വകയില്ലാത്ത സാധാരണക്കാരായ ആളുകൾക്ക് അവൻ്റെ കഴിവിനനുസരിച്ചുള്ള ഒരു പ്രത്യേകമായ നിർബന്ധമായ ദാനം സക്കാത്തുൽ ഫിത്തർ, സദഖത്തുൽ ഫിത്തർ, ഇത് നൽകാനായി അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. റമദാനിൽ നിന്ന് നാം വിരമിക്കുന്നത് തന്നെ ധാന്യപ്പൊതികൾ ദരിദ്രരുടെ വീടുകളിൽ എത്തിച്ചുകൊണ്ടാണ്. നോമ്പിൻ്റെ ന്യൂനതകൾ പരിഹരിക്കാൻ എന്ന വണ്ണം ഫിത്തർ സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആ ഫിത്തർ സക്കാത്ത് ഒരു വലിയ ആശയം സമൂഹത്തെ പഠിപ്പിക്കുന്നു. ഉള്ളവനില്ലാത്തവന് നൽകണം. അതിൽ പ്രാഥമികമായ ബാധ്യത അവന് വിശപ്പടക്കുക എന്നതാണ്. വിശന്നവന് ഭക്ഷണം നൽകുന്നതിനേക്കാൾ കൂടുതൽ പുണ്യകരമായ ഒരു ഭൗതിക കാര്യങ്ങളില്ല സാമൂഹ്യ രംഗത്ത്. എല്ലാ മനുഷ്യരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണെന്ന ഖുർആനിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കണം. എല്ലാവർക്കും നന്മ ചെയ്യാൻ സാധിക്കണം. കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനും രോഗികളായിട്ടുള്ള ആളുകളെ സന്ദർശിക്കുവാനും മുതിർന്ന ആളുകൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കാനും ഒക്കെയുള്ള ഒരു സഹകരണം ഉണ്ടാകണം. കഴിഞ്ഞ ഒരു മാസക്കാലം നാം അന്നപാനീയങ്ങളും ഭോഗസുഖങ്ങളും ഉപേക്ഷിക്കുകയായിരുന്നു. ദാഹിച്ചു വലഞ്ഞപ്പോൾ പോലും ഒരിറ്റു വെള്ളം കുടിച്ചില്ല. വിശന്ന് പ്രയാസപ്പെട്ടപ്പോൾ പോലും ഒന്നും നാം അകത്തേക്ക് സേവിച്ചില്ല, കഴിച്ചില്ല. ഒരു നിശ്ചിത സമയത്തേക്ക് നാം അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. വേണ്ടെന്ന് വെക്കുവാനുള്ള പരിശീലനമാണ് നാം അതിലൂടെ നേടിയിട്ടുള്ളത്. നോമ്പ് രണ്ടുണ്ട്. സാധാരണഗതിയിൽ വിഹിതമായ കാര്യങ്ങൾ ഒരു നിശ്ചിത സമയത്തേക്ക് വേണ്ടെന്ന് വെക്കുന്നതാണ് ഒരു നോമ്പ്. രണ്ടാമത്തെ നോമ്പ് അവിഹിതമായ കാര്യങ്ങൾ ജീവിതത്തിൽ തന്നെ വേണ്ടെന്ന് വെക്കുക എന്നുള്ളതാണ്. ആ നോമ്പ് അവസാനിക്കുന്നില്ല. ആ നോമ്പ് ശക്തിപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനം മാത്രമാണ് ആദ്യത്തെ നോമ്പ് എന്ന് നാം മനസ്സിലാക്കാൻ കഴിയണം. എല്ലാ വിഭാഗങ്ങളെ സംബന്ധിച്ചും എല്ലാ ജനങ്ങളെ സംബന്ധിച്ചും അവൻ്റെ അയൽവാസികളെ സംബന്ധിച്ചും പാവപ്പെട്ടവരെ സംബന്ധിച്ചുള്ളൊരു ബോധം, അവരെ കാണുമ്പോൾ അവരിലേക്കുള്ളൊരു കനിവ് തോന്നാനുള്ള ഒരവസ്ഥ, ഒരു റഹ്മത്തിൻ്റെ, ഒരു കാരുണ്യത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രാക്ടീസ് അവൻ്റെ ജീവിതത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. അത് കെടാതെ, അത് കളങ്കപ്പെടുത്താതെ ശിഷ്ടജീവിതങ്ങളിൽ അവൻ മുന്നോട്ട് പോകണമെന്നാണ് ഈദ് നൽകുന്ന സന്ദേശം. സന്തോഷത്തോടുകൂടെ ഈദ്ഗാഹുകളിലേക്ക് പോയി കുട്ടികളെയും സ്ത്രീകളെയും കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ഒത്തുചേർന്ന് തക്ബീർ ധ്വനികൾ മുഴക്കി ഈദ്ഗാഹുകളിൽ ചെന്ന് നമസ്കാരം നിർവഹിച്ച് ഖുത്ബ കേട്ട് കുടുംബ ബന്ധങ്ങൾ പുതുക്കി പരസ്പരം ആശംസകൾ നേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷകരമായ ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരു നാട്ടിൽ ജീവിക്കുന്ന വിവിധ ജാതി മത കക്ഷി രാഷ്ട്രീയ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും, നമ്മുടെ അയൽക്കാരും സുഹൃത്തുക്കളും സർവോപരി മനുഷ്യരും എന്ന നിലയിൽ ഒരുമയോടുകൂടി മുന്നോട്ട് പോകാൻ ഈ പെരുന്നാൾ നമുക്ക് പ്രോത്സാഹനം നൽകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിക്കുന്നു. വലില്ലാഹിൽ ഹംദ്. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. എൻ്റെ സഹോദരന്മാർക്കെല്ലാം, മുസ്ലിങ്ങൾക്കും അല്ലാത്തവർക്കും എല്ലാ സഹോദരന്മാർക്കും എൻ്റെ ചെറുപെരുന്നാൾ ആശംസകൾ ഞാൻ നേർന്നുകൊള്ളുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യവും അതുപോലെ ആരോഗ്യവും കാരുണ്യം നൽകാനുള്ള മനസ്ഥിതിയും കരുണ ചെയ്യുന്നവരോടുള്ള ഒരു സ്നേഹവും ഒക്കെ നമ്മുടെ മനസ്സിൽ അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. നമുക്കും ഈ ഗുണകരമായിട്ടുള്ള പെരുന്നാൾ ആഘോഷത്തിൽ, പുണ്യമായ പെരുന്നാൾ ആഘോഷത്തിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞതിൽ
സന്നിഹിതരാവാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു റബ്ബി വാഹിദ് വഅനാ ബിദാലിക അശ്ഹദു ذا مبدئي وأصوله بالرغم ممن يجحد الله ربي واحد وأنا بذلك أشهد ذا مبدئي وأصوله بالرغم ممن يجحد وشهادتي